മാർക്കോ എന്നടാ പണി വെച്ചിരിക്ക ഇത് താണ്ടാ സിനിമ. സോ എന്താണ് മോസ്റ്റ് വയലന്റ് മൂവി ഓഫ് മലയാളം ഇൻഡസ്ട്രി, മോസ്റ്റ് വയലന്റ് മൂവി ഇന്ത്യൻ സിനിമ ആയ ശവസി എന്ന് പറയാം. കില്ലിന്റെ ഒക്കെ അപ്പനായിട്ട് വരും മാർക്കോ. എന്തോന്നാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ടുവേർഡ്സ് എൻഡ് ക്ലൈമാക്സ് നമുക്ക് സ്ക്രീനിൽ പോലും നോക്കാൻ പറ്റില്ല, അമ്മാരി വയലൻസ് ആണ്. അവര് വയലൻസ് പറയുന്ന സാധനത്തിന് ഓൺ എ സ്കെയിൽ ഓഫ് 100 ആണ് അവർ റേറ്റിംഗ് കൊടുത്ത വെച്ചാൽ 1 crore റേറ്റിംഗ് നമുക്ക് കൊടുക്കും. അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പുറത്ത് വന്നിരിക്കുന്നത്. ഇന്നേ വരെ കുറെ കാലമായിട്ട് ഒരു സിനിമ കണ്ട് ഇത്രയും ഹാപ്പി ആയിട്ട് വന്നില്ല. കൊടുത്ത ഹൈപ്പിന്റെ എപ്പിറ്റോം ലെവൽ അവർ കാണിച്ചു തന്നിട്ടുണ്ട്. മാർക്കോ ഈസ് ബിഗ്, മാർക്കോ ഈസ് ഹ്യൂജ് എന്ന് തന്നെ, മാർക്കോ ഈസ് ഹുമംഗസ് എന്ന് പറയണം. മാർക്കോന്റെ മോളിൽ ഒരു മലയാള പടം അല്ല, ഒരു വയലന്റ് പടം ഇറക്കാനൊന്നും പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. മോസ്റ്റ് വയലന്റ് മൂവി ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് പറയാൻ പറ്റും. കില്ലൊക്കെ മാറി നിൽക്കും, അമ്മാരി വയലൻസ് ആണ് അവർ കാണിച്ചു വെച്ചിരിക്കുന്നത്. സോ ഉണ്ണി മൂന്നിനെ പറ്റിയിട്ട് മുമ്പ് ഒരാൾ പറഞ്ഞിരുന്നു ഹി ഈസ് ഗോയിങ് ടു ബി ദ നെക്സ്റ്റ് ബിഗ് തിങ് ഇൻ മലയാളം സിനിമ എന്ന്. നമ്മൾ എല്ലാവരും കളിയാക്കിയിട്ടുണ്ടായിരുന്നു. മലയാള സിനിമയല്ല, പാൻ ഇന്ത്യൻ ലെവൽ റീച്ച് ആണ് ഈ ഒരു സിനിമയ്ക്ക് ശേഷം ഉണ്ണി മൂന്നിന് കിട്ടാമുണ്ട്. ഐ തിങ്ക് വിത്തൗട്ട് ഹിം ദിസ് മൂവി ഇസ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ എന്ന് പറയാം. നമുക്ക് തോന്നും ഈ റിവെഞ്ച് എടുക്കുന്ന സമയത്ത് ഗോ കിൽ ദാറ്റ് ബാസ്റ്റേഴ്സ്, അമ്മാരി സീന് കാണിച്ചിട്ടാണ് പോയിട്ട് എല്ലാത്തിനെയും കൊന്നു വിട്ടിരിക്കുന്നത്. സോ ഈ സിനിമയുടെ ആദ്യത്തെ ഒരു ടൈറ്റിൽ കാർഡൊക്കെ എഴുതി കാണിക്കുന്ന സമയത്ത് അപ്പൊ തൊട്ട് നമുക്ക് ഗൂസ് ബംസ് ആണ്. പിന്നെ ഫസ്റ്റ് 20 മിനിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് 20 മിനിറ്റ്സ് ഞാൻ വെച്ചു ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ കണ്ട ഏറ്റവും ബെസ്റ്റ് ഫസ്റ്റ് 20 മിനിറ്റ്സ് ആണ്. ആ ക്യാരക്ടറിന് വേണ്ട ബിൽഡപ്പ് കൊടുക്കുക, അതേപോലെ തന്നെ എല്ലാം അടിപൊളിയാണ്. ടെക്നിക്കലി ദിസ് മൂവി ഇസ് ബ്രില്യന്റ്. അതിപ്പോ കളർ ഗ്രേഡിംഗ് ആയാലും DOP ആയാലും ഫൈറ്റ് സീൻസ് ആയാലും മ്യൂസിക് ആയാലും എല്ലാം അടിപൊളി തന്നെയാണ്. സോ നിങ്ങൾ ഈ വയലൻസ് സിനിമ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് വെച്ചാൽ ഡോണ്ട് ഗോ ഫോർ ദിസ് മൂവി. വെറുതെ സിനിമയെ കുറ്റം പറയാൻ പോയിട്ട് കാര്യമില്ല. കുട്ടികളൊന്നും ദയവ് ചെയ്ത് ആ വഴിക്ക് കൊണ്ടുവരുത്. ഈവൻ വലിയ വലിയ ആൾക്കാർക്ക് വരെ സ്ക്രീനിക്ക് നോക്കാൻ പറ്റില്ല. ഞാൻ നോക്കുമ്പോൾ പലരും താഴെ നോക്കിയിരിക്കുകയാണ്. അമ്മാരി വയലൻസ് ആണ് ഈ സിനിമയിൽ പണി വെച്ചിരിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് വരാതെ പുറത്ത് വന്ന് ഭാഗ്യം എന്ന് പറയാം. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ബേസിക്കലി ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫ് ആയിട്ടാണ് തോന്നുന്നത്. സീരിയസ്ലി പറയാലോ, ഞാൻ ആ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതിലും വയലൻസ് സിനിമ ഞാൻ കണ്ടിട്ടുണ്ട്, ഇതൊന്നും ഒരു വയലൻസും അല്ലാന്ന് എനിക്ക് തോന്നിയത്. പക്ഷേ സെക്കൻഡ് ഹാഫ് തൊട്ട് അങ്ങോട്ട് വേറെ ലെവൽ സാധനമാണ്. ഫസ്റ്റ് 15 മിനിറ്റ്സ് മലയാള സിനിമയുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് അവർ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നീട് മാർക്കോന്റെ ഇൻട്രോ കഴിഞ്ഞിട്ട് പടം കുറച്ച് സ്ലോ ആയി പോകുന്നുണ്ട്. ആ സമയത്ത് ഈ ആവശ്യമില്ലാത്ത മ്യൂസിക്കും ഈ ചില സീൻസ് ഉണ്ട്, അത് ആവശ്യമില്ലാത്തതാണെന്ന് തോന്നി. പക്ഷെ ടുവേർഡ്സ് സെക്കൻഡ് ഹാഫ് ഒരു ഫ്ലോ പറയുന്ന സാധനം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്രയും അടിപൊളിയായിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഉണ്ണിമൂന്നൻ മാത്രമല്ല, സിദ്ദിഖായാലും അതേപോലെ തന്നെ ജഗദീഷ് ഒക്കെ ഇന്നേ വരെ കാണാത്ത ഒരു അവതാറിലാണ് ആളെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അവസാനം വന്താച്ച് തലൈവരെ ഒരാൾ സൈറസും റസലും പറഞ്ഞിട്ട് മോന്മാരെ വീട്ടിൽ കയറി പൂണ്ട് വിളയാട്ടം എന്ന് പറയാം. ആ ഒരു സീക്വൻസ് ഉണ്ട്. ഇന്നേ വരെ നമ്മൾ അത്രയും വയലൻസ്, ചെറിയ കുട്ടികളെ പോലും വെറുതെ വിടാത്ത രീതിയിലാണ് അവർ വയലൻസ് പണി വെച്ചിരിക്കുന്നത്. ഇവൻ ഈ സിനിമയിൽ വന്നൊരു ഹസ്കി വരെ അടിപൊളിയായിരുന്നു. സോ സിനിമ തുടങ്ങുന്ന സമയത്ത് ആ മറ്റേ ഉണ്ണി മൂന്നിന്റെ എൻട്രി കഴിഞ്ഞ ശേഷം സിനിമ ഒന്ന് സ്ലോ ആയി. ഞാൻ പറഞ്ഞില്ലേ, ഈ ആവശ്യമില്ലാത്ത മ്യൂസിക്കും ഇമോഷണൽ കണക്ഷൻ ഒക്കെ തോന്നുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് മാർക്കോ റിവെഞ്ച് എടുക്കുന്നതിന് പകരം ഈ മാസ് കാണിക്കാൻ വേണ്ടി വന്നാണെന്നൊക്കെ തോന്നും. എനിക്ക് ഫസ്റ്റ് ഹാഫിന് ആ ഒരു AC ഗ്രാഫ് പോലെ പൊന്തുണു താഴ്ന്നു അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞത് ഒയ്യോ, വേർഡ്സ് ആർന്റ് ഇനഫ് ടു ഡിസ്ക്രൈബ് ദിസ് മൂവി എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളിയാണ്. ഒരാൾ പോലും ഈ സിനിമയിൽ മോശമായിട്ട് പെർഫോം ചെയ്ത് പറയാൻ പറ്റില്ല. ഐ എം കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ്. സോ നിങ്ങൾക്ക് ഈ ആക്ഷൻ മൂവി, ഞാൻ ആക്ഷൻ മൂവി പറയില്ല, വയലന്റ് സിനിമകൾ ഇഷ്ടമാണെന്ന് വെച്ചാൽ ദിസ് ഈസ് യുവർ കപ്പ് ഓഫ് ടീ. അല്ലാത്ത തരാൻ വഴിക്ക് പോയിട്ട് കാര്യമില്ല. ഇപ്പൊ പലരും പറയേണ്ടി KGF സിനിമയൊക്കെ കണ്ടിട്ട് അയ്യോ ഭയങ്കര വയലൻസ് ആണ്, എനിക്ക് ഇടിയും കൊല്ലലൊന്നും പറ്റിയില്ല വെച്ചാൽ നിങ്ങൾ ആ വഴിക്ക് പോയിട്ട് ഇത് അതിന്റെയൊക്കെ അപ്പനായിട്ട് വരും. ഈ പടത്തിനൊക്കെയാണ് ശരിക്കും എനിക്ക് തോന്നുന്നു 1500 2000 ക്രോസ് ഒക്കെ ഉണ്ട്. അമ്മാരി ഒരു പടം ഇന്ത്യൻ സിനിമ കണ്ടിട്ടില്ല. ഈ സിനിമ ഇറങ്ങിയതിനു ശേഷം എനിക്ക് തോന്നുന്നു നോക്കിയോ പാൻ ഇന്ത്യൻ ലെവൽ അക്സെപ്റ്റൻസ് ആണ് ഉണ്ണി മൂന്നിന് കിട്ടുമ്പോൾ ഹി ഈസ് ഗോയിങ് ടു ബി സംതിങ് ബിഗ്. സോ ഉണ്ണി മൂന്നിന് മലയാള ഫിലിം ഇൻഡസ്ട്രിയെ വേറെ ലെവലിൽ എത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. വീണ്ടും നമുക്ക് പറയാം കിരീടത്തിൽ ഒരു പൊൻതൂവൽ എന്നൊക്കെ പറയാം. അമ്മാരി ഒരു പടം, ബെഞ്ച് മാർക്ക് പടമാണോ. ഇതിനെ പൊക്കി പറഞ്ഞില്ലെങ്കിൽ വേറെ ഒന്നിനെയും പറഞ്ഞിട്ട് കാര്യമില്ല. സോ 1-2 സീനൊക്കെ കണ്ടപ്പോൾ നമുക്ക് അയ്യേ ഇതെന്തോ, ഒരുത്തിനെ കൈ മുറിച്ച് വെച്ചിട്ട് അവന്റെ അടുത്ത് വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കോമഡി പോലെയൊക്കെ തോന്നിയോ. പക്ഷെ ഇതിലത്തെ ഫൈറ്റ് സീൻസ് ഉണ്ട്, 4 to 5 ഫൈറ്റ് സീൻസ്. അതായത് ഉണ്ണിമൂന്ന് ഇൻട്രോന്റെ ഒരു ഫൈറ്റ് സീൻ അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ട് ഇവര് കാട്ടിൽ വെച്ചൊരു ഫൈറ്റ് സീൻ ഉണ്ട്. ഈ പുഷ്പ കടിക്കും മാന്തും പറയുന്ന പോലെയല്ല, ഇതിൽ അങ്ങനെ തന്നെ കൈ കെട്ടിയിട്ടാണ് ആൾ കടിച്ച് വലിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു വെറുപ്പും തോന്നില്ല. പിന്നെ ഒരു അനിമലിന്റെ പോലത്തെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്, 1 versus 500 ഒരു ഫാക്ടറിയിൽ വെച്ചു. ആ അടിപൊളി ടുവേർഡ്സ് എൻഡ് 2 ഫൈറ്റ് സീൻ ഉണ്ട്. വേറെ ലെവലാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വർക്കും എല്ലാം കിട്ടില്ല പറഞ്ഞ കിണ്ണാൻ കാച്ചിയ സാധനമാണ്. സോ ഇഫ് യു ഹാവ് ടൈം ഡോണ്ട് മിസ് ഇറ്റ്. ഇത് കാണാതെ വേറെ ഒന്നും കണ്ടിട്ട് കാര്യമില്ല. പക്ഷെ വയലൻസ് സിനിമ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ പോയിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. വയലൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ടുവേർഡ്സ് 4 to 5 ഇയേഴ്സിന് ശേഷം ഇത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് ഒരു സിനിമ കണ്ടിട്ടുണ്ടാവില്ല. ഒരു അമ്മാരി ഹാപ്പി ആയിട്ട് നമുക്ക് പുറത്തു വരാൻ പറ്റും. ആൻഡ് ഐ എം സോ ഹാപ്പി.